പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഉന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് കൂട്ടായ്മയെക്കുറിച്ചുള്ള ഭാഗം ഒരു ദിവസവും കൂടി നമുക്ക് കേൾക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഇപ്പോൾ ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി തീരുക എന്ന് അവിടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. യേശുവേ, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചന കാണിക്കാതെ അതനുസരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അരുളി ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളോട് ചേർന്ന് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കാൻ കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഫിലോമോൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചു. ആശ്വാസത്വവും സന്തോഷവും ഫിലോമോൻ്റെ സ്നേഹത്തിൽ നിന്ന് പൗലോസിന് ലഭിച്ചു. വിശുദ്ധരെല്ലാം ഉന്മേഷഭരിതരായി എന്നും. ഇനി ഒരു കാര്യം പൗലോസ്ലീഹ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒനേസിമസിനോട് അപേക്ഷിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് 8-ാമത്തെ വാക്യമാണ്. ഇങ്ങനെയാണ് അവിടെ ആരംഭിക്കുന്നത്: ഉചിതമായത് ചെയ്യാൻ നിന്നോട് ആജ്ഞാപിക്കുവാനുള്ള തൻ്റെ ഇടം ക്രിസ്തുവിൽ എനിക്കുണ്ടെങ്കിലും സ്നേഹം മൂലം നിന്നോട് അപേക്ഷിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആജ്ഞാപിക്കുവാനുള്ള തൻ്റെ ഇടവും അവകാശവും അധികാരവും ഉണ്ടെന്ന് ഇരിക്കെ തന്നെ സ്നേഹം മൂലം അപേക്ഷിക്കുകയാണ്. കൂട്ടായ്മയുടെ ഭാഗമാണത്. കൂട്ടായ്മയിലൂടെയാണ് സ്നേഹം പൂർണ്ണമാകുന്നത്. എന്താണ് അപേക്ഷിക്കുന്നത്? പൗലോസായ ഞാൻ വൃദ്ധനും ഇപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനുമാണ്. എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റെ കാരാഗ്രഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. മുമ്പ് അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു. ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്. ഒനേസിമോസിനെ കുറിച്ച് പറയുകയാണ്. കാരാഗ്രഹവാസകാലത്ത് ഒനേസിമോസിൻ്റെ പിതാവായി പൗലോസ്ലീഹ. ഒനേസിമോസ് ഫിലോമോന് ഗുണമുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഫിലോമോൻ്റെ അടിമയായിരുന്നു. ഫിലോമോൻ്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു. അവിടെ നിന്ന് അവൻ എന്തോ മോഷ്ടിച്ചിട്ടൊക്കെ ഒളിച്ചോടിപ്പോയതാണ്. അങ്ങനെയാണ് അവൻ ജയിലിലാകുന്നത്. അത് പൗലോസ് കിടക്കുന്ന ജയിലിൽ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം അവൻ വന്നു എന്നുള്ളതാണ്. അങ്ങനെ സുവിശേഷം അറിയിച്ച് പൗലോസ്ലീഹ അവന് പിതാവായി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ എൻ്റെ സാക്ഷ്യത്തിൽ ഞാനിങ്ങനെ പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങളോട് പറഞ്ഞു. അനാഥർക്ക് പിതാവായിരിക്കുക, അപ്പോൾ നിന്നെ അത്യുന്നതൻ പുത്രനെന്ന് വിളിക്കപ്പെടും. അമ്മയുടേതേക്കാൾ വലിയ സ്നേഹം കാണിക്കും. പൗലോസ് വാർദ്ധക്യത്തിലായിരിക്കുന്നു, കാരാഗ്രഹത്തിലായിരിക്കുന്നു. എന്നാലും മകനോടുള്ള ഒരു പിതൃവാത്സല്യം ഈ ഒനേസിമോസ് എന്ന് പറയുന്ന അടിമയോട് പൗലോസ്ലീഹ കാണിച്ചു. എന്നിട്ട് അവന് ജയിലിൽ നിന്ന് അവന് പോരേണ്ട സമയമായപ്പോൾ ഫിലോമോന് കത്തെഴുതുകയാണ്. എങ്ങനെ നീ അവനെ സ്വീകരിക്കണം? ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്. അവനെ നിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു. എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. കണ്ടോ? എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. അടിമ ആയിരുന്ന മനുഷ്യനെ, ചെറിയ ചെറിയ കുസൃതികളൊക്കെ ചെയ്തിരുന്ന മനുഷ്യൻ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവനെ മാനസാന്തരപ്പെടുത്തുക മാത്രമല്ല
അവനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, സ്വന്തം ഹൃദയം പോലെ കരുതുന്ന അവസ്ഥ. ഇവിടേക്കാണ് നമ്മൾ കൂട്ടായ്മയിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത്. ഞാനൊരു സ്ഥലത്ത് ധ്യാനം നടത്തി നീതിയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടായ്മ നമ്മുടെ സഭയിലൊക്കെ 4 തരത്തിലുള്ള ക്രിസ്ത്യാനികളാണ് അറിയപ്പെടുന്നത് രേഖാമൂലം. പരമ്പരാഗത ക്രിസ്ത്യാനികൾ, അതിപുരാതന ക്രിസ്ത്യാനികൾ, പുരാതന ക്രിസ്ത്യാനികൾ, പിന്നെ സാധാരണ ക്രിസ്ത്യാനികൾ, പുലയ പറയ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ പള്ളികളിൽ രജിസ്റ്റർ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏത് സമുദായത്തിൽ നിന്നാണോ മാറ്റം വന്ന് ആ സമുദായത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നു. കൂട്ടായ്മ, എങ്ങനെ കൂട്ടായ്മ ഉണ്ടാകുന്നത്? ഇന്നും പാവപ്പെട്ടവനോട്, കുടുംബ അഡ്രസ്സില്ലാത്തവനോട് കൂട്ടായ്മ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരടിമയെ പൗലോസ്ലീഹ സുവിശേഷം അറിഞ്ഞത് വഴി, അദ്ദേഹം സുവിശേഷത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഭിജാത്യം പറയുന്ന എബ്രായൻ ജനിച്ച എബ്രായൻ, 8-ാം നാൾ പരിച്ഛേദന ചെയ്യപ്പെട്ടവൻ, അങ്ങനെ തനിക്കുണ്ടായിരുന്ന സകല നേട്ടങ്ങളും, ജഡത്തെ പ്രതി എന്തൊക്കെ അഹങ്കാരമുണ്ടായിരുന്നോ അതെല്ലാം കളഞ്ഞിട്ട് അദ്ദേഹം ഈ മോഷ്ടാവിനെ, ഈ ഒനേസിമോസിനെ, ഈ അടിമയെ സ്വന്തം ഹൃദയം പോലെ കരുതുകയാണ്. കൂട്ടായ്മയിൽ എനിക്ക് നിന്നോട് തൻ്റെ ഇടത്തോടെ പറയാനുള്ള അധികാരമുണ്ടെങ്കിലും വൃദ്ധനായ ഞാൻ അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് ഫിലോമോനോട് കൂട്ടായ്മ ഈ ഒനേസിമോസിനോട് കാണിക്കാൻ പറയുകയാണ്. അവിടെയാണ് പ്രിയമുള്ളവർ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വചനം, നിങ്ങൾ കരയും കടലും കടന്ന് മനുഷ്യനെ മതത്തിൽ ചേർക്കുന്നു, ചേർത്തതിന് ശേഷം നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യന്മാരാക്കുന്നു. ഒന്നായി കാണാനായിട്ട് കഴിയുന്നില്ല, ഒരേ സ്നേഹത്തിൽ വർത്തിക്കാൻ കഴിയുന്നില്ല, ഒരേ അപ്പത്തിൻ്റെ അംശികളാണ്, ഒരേ സെമിത്താരിയിലാണ് അടക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പും ന്യായവിധിയെല്ലാം ഒരേപോലെയാണ്. എല്ലാവർക്കും നരകമാണ് യോഗ്യമായതെങ്കിൽ അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. എല്ലാവർക്കും സ്വർഗമാണ് യോഗ്യമായതെങ്കിൽ സ്വർഗത്തിലേക്ക് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഒരേ ഒരാൾ മാത്രമേ ന്യായം വിധിക്കാനുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ഈ സത്യം മനസ്സിലാക്കിയ ക്രിസ്ത്യാനി ആ സത്യത്തെ മൂടിവെച്ചിട്ട് അസത്യം കൊണ്ട് സത്യത്തെ വ്യാപിപ്പിക്കുകയാണ്. അസത്യം പ്രവർത്തിച്ചുകൊണ്ട് സത്യമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ധരിപ്പിക്കുകയാണ്. അന്ധനെ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പറയുന്ന പോലെ മൂഢന്മാരായ വഴികാട്ടികളാണ്. അന്ധനെ അന്ധൻ വഴികാട്ടിയാൽ 2 പേരും കുഴിയിൽ വീഴുകയില്ല എന്നാണ് ചോദിക്കുന്നത്. രണ്ട് പ്രിയമുള്ളവർ, പൗലോസിൻ്റെ ഈ കൂട്ടായ്മ ഇതൊന്ന് നമ്മൾ നന്നായി ധ്യാനിക്കേണ്ടതാണ്. സുവിശേഷത്തെ പ്രതിയുള്ള എൻ്റെ ബന്ധിതാവസ്ഥയിൽ നിനക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ അവനെ സന്തോഷപൂർവം എന്നോടൊപ്പം നിർത്തുമായിരുന്നു. നിൻ്റെ ഔദാര്യം നിർബന്ധത്തിലാകാതെ സ്വതന്ത്ര മനസ്സിലാകുന്നതിനാണ് നിൻ്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ഒരുപക്ഷെ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായിരിക്കാം. ഇനിയാണ് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവന് ലഭിച്ചിരിക്കുന്നു. എൻ്റെ അടുത്ത് ജയിലിലേക്ക് വരുമ്പോൾ അവൻ നിനക്ക് അടിമയായിരുന്നുവെങ്കിൽ, നിനക്ക് ദാസനായിരുന്നുവെങ്കിൽ
ഇനി നീ ദാസനായിട്ടല്ല സ്വീകരിക്കേണ്ടത്, സഹോദരനെ പോലെയാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെപ്പോലെ അവനെയും സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹായെ എങ്ങനെ ഫിലോമോൻ തൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് സ്വീകരിക്കുന്നുവോ അതുപോലെ തന്നെ തൻ്റെ മുൻ അടിമയായിരുന്ന ദാസനായിരുന്ന ഈ ഒനേസിമോസിനെയും സ്വീകരിക്കുക, ഒട്ടും കുറവുണ്ടാകരുത് എന്നാണ് പറയുന്നത്. നീ എന്നെ നിൻ്റെ ഒരു സഹകാരിയായി, നിൻ്റെ ഒരു സഹോദരനായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഈ ഒനേസിമോസിനെയും സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. മാത്രമല്ല, അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പാത്രം മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് ബിഷപ്പിൻ്റെ അടുത്ത് വന്നപ്പോൾ ബിഷപ്പ് ജീൻ വാൽജിൻ പറഞ്ഞു, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ കള്ളനല്ല, അവന് ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം ഉപയോഗിക്കാൻ കൊടുത്തതാണ്, ഇന്ന പാത്രങ്ങൾ കൂടി കൊടുത്തിരുന്നു, അത് നീ കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുകയാണ്. കള്ളനെ സഹോദരനാക്കിയ മെത്രാൻ അവനെ ആ കള്ളനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ആ കള്ളൻ വിശുദ്ധനായി തീരുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് പൗലോസിൻ്റെ മാതൃകയാണ് ആ ബിഷപ്പ് കാണിച്ചത്. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു തടവുകാരനെ അവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം മറന്നുകൊണ്ട് അവനെ ക്രിസ്തുയേശുവിൽ ശ്രേഷ്ഠനാക്കി, ക്രിസ്തുയേശുവിൽ പുത്രനാക്കി, ക്രിസ്തുയേശുവിൽ വിശുദ്ധനാക്കി. എന്നിട്ടോ അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു, എല്ലാം ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം, എല്ലാം ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം. അവൻ നിനക്കെന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെയാണ് എഴുതുന്നത്, അതെല്ലാം ഞാൻ നിനക്ക് തന്ന് വീട്ടിക്കൊള്ളാം. പ്രിയമുള്ളവരെ, ഇതാണ് കൂട്ടായ്മ, ഇതാണ് കൂട്ടായ്മ. ഇതുപോലുള്ള കൂട്ടായ്മകളാണ് ഇനി ക്രൈസ്തവ സമൂഹത്തിൽ വേണ്ടത്. പലരും കൂട്ടായ്മകളാണെന്നാണ് പറയുന്നത്. ചില ആളുകൾ കൂട്ടായി പ്രാർത്ഥിക്കുന്നു, ഒരു ഇടയന് ഒരു തൊഴുത്തൊക്കെ ആകണമെന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥ കൂട്ടായ്മ സമ്പത്തിൻ്റെയോ ബുദ്ധിയുടെയോ ആരോഗ്യത്തിൻ്റെയോ പേരിലുള്ള വേർതിരിവുകളല്ല, ആഢ്യത്വത്തിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും അന്തസ്സിൻ്റെയൊക്കെ പേരിലുള്ള വേർതിരിവുകളല്ല. ക്രിസ്തു യേശുവിൽ എല്ലാവരും തുല്യരാണെന്നുള്ള ആ ഒരു ബോധ്യമാണ് യഥാർത്ഥ കൂട്ടായ്മ എന്ന് തിരിച്ചറിയണം. എൻ്റെ പ്രിയമുള്ളവരെ, കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്ന അനുഭവത്തിലേക്ക് നമ്മൾക്ക് കൂട്ടായ്മയെ വളർത്തുവാനായിട്ട് കഴിയണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെല്ലാവരും നിറഞ്ഞ് അവിടുത്തെ കരുണയുടെ മഹാസമുദ്രത്തിൽ ഞങ്ങളുടെ സകല പാപങ്ങളും കഴുകി വെടിപ്പാക്കുന്നുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കൂട്ടായ്മയിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നു. സഹോദരനെ സഹോദരനായി കാണുവാൻ കഴിയാതെ, സ്നേഹിതനെ സ്നേഹിതനായി കാണാൻ കഴിയാതെ, വേർതിരിവുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തൊക്കെയോ സഹായിച്ചു എന്നുള്ള വലിയൊരു ഭാവത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹായെപ്പോലെ ഏറ്റവും എളിമയോടെ നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ.